എനിക്ക് മടുത്തു തുടങ്ങി. നീ എന്താ മടുത്തേ അത് പറ. എടാ ഈ ജീവിതം നിനക്ക് മാത്രമല്ലടാ, എല്ലാവർക്കും മടുത്തു. നിങ്ങൾക്കൊന്നും അതിനത്ര പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞാനിവിടെ ലോൺ അടച്ചടച്ച് മടുത്തു. അതിപ്പം എല്ലാവർക്കും അവരുടേതായ പ്രാരാബ്ദങ്ങളുണ്ടോ. ഞാൻ ആക്ച്വലി ക്യാൻസർ ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. ഞാൻ ആരുടെയും സെൻറ്റിമെൻറ്റ്സിന് വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. നമ്മളതിനെ ഓവർകം ചെയ്തേ പറ്റൂ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ നക്കിയില്ലേ, അയാൾ ഇത്രയും വലിയ പ്രശ്നക്കാരനായിട്ടും അയാൾ ഇപ്പോഴും ആ കമ്പനിയിലുണ്ട്. എന്താണെന്നറിയോ, അയാൾ അവർക്ക് ആവശ്യമുണ്ട്. അതാണ്. എന്നാലേ നമ്മളെ പ്രൊഡക്ടിവിറ്റി അവർക്ക് മുതലെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? എല്ലാരും കണ്ണടച്ചിരുട്ടാക്കാണെന്നേ. അത് സത്യമാണ്. ഞാൻ അവിടെ കിടന്ന് പട്ടി പണിയെടുത്ത് പണ്ടാരടങ്ങിയിട്ട് എനിക്ക് കിട്ടിയ ഹൈക്ക് എത്രയാണെന്നറിയാവോ? അറിയോ? 2000 രൂപ. ഹൈക്ക് അപ്രൈസൽ എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ നമുക്കുള്ള ട്രാപ്പാണ്. ഓരോ റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ നമ്മൾ പൊട്ടൻഷ്യൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വെറുതെ പട്ടിപ്പണി എടുപ്പിക്കണേ. എന്നിട്ട് എന്തായിരുന്നത് ഈ ഉലുവ. എൻ്റെ അമ്മാവൻ മരിച്ചപ്പോഴേ ഞാൻ ഈ തെണ്ടിയുടെ അടുത്ത് ലീവ് ചോദിക്കാൻ വിളിച്ചു. അപ്പൊ അവൻ പറയാം മരണ വീട്ടിൽ നെറ്റുണ്ടെങ്കിൽ അവിടെ നിന്ന് വർക്ക് ചെയ്തോളാൻ. ഏറ്റവും വെറുപ്പാ നക്കീന്. രാവിലെ എന്നെ കെട്ടിയൊരുങ്ങി വന്നോളൂ, എന്നിട്ട് എന്തേലും പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞൂടാ. ഞാൻ റിസൈൻ ചെയ്യാൻ പോകും, അടുത്ത് കുറെ കാലമായി. ആ എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് UK വന്നിട്ട് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഒരു പ്രോജക്ട് മാനേജറിന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും കൈ കൊടുക്കാൻ പോവാം. അവിടെ സീനിയർ ഡെവലപ്പർ പോസ്റ്റ് ഉണ്ടാ? ഉണ്ടാവും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ. ഞാനും വരും, നമുക്ക് നോക്കാം. എന്നാൽ ഞാനും സെറ്റ്. ഞാനും. എന്നാൽ ഞാനും റിസൈൻ ചെയ്യും. എനിക്ക് എൻ്റെ അമ്മാവനും ഇത് പ്രതികാരം തീർക്കണം. എനിക്കും കുറെ നാളായിട്ട് കാത്തിരിക്കണേന്നേ. റെസിഗ്നേഷൻ ലെറ്റർ അയാളെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കും. പുളിച്ച 4 തെറിയും വിളിക്കും. ഞാൻ വന്നിട്ട് 1 മാസമായുള്ളൂ ചേച്ചി. നീ പേടിക്കണ്ടേടി, അവളെ സ്വന്തം ശരത്തിന്റെ കമ്പനിയല്ലേ. എൻ്റെ കമ്പനി അല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ. അപ്പോൾ നാളെ രാവിലെ നമ്മളെല്ലാവരും ഒന്നിച്ച് ഓഫീസിൽ പോകുന്നു, റിസൈൻ ചെയ്യുന്നു. അങ്ങനെ റിസൈൻ ചെയ്ത് നമ്മളെ ഇത്ര കാലം ദ്രോഹിച്ച നമ്മുടെ കമ്പനിക്ക് ഒരു സ്വീറ്റ് റിവെഞ്ച്. സെറ്റ്. ഉറപ്പ്. ആരൊക്കെയുണ്ട് എൻ്റെ കൂടെ? സെറ്റ്. ഞാനുണ്ട്. ഞാനും എൻ്റെ മീനും ഉണ്ടാവും. ഞാൻ എല്ലാവരും. അപ്പോൾ നാളെ റിസൈൻ ചെയ്യണ്ട. പ്രതികാരമൊക്കെ നാളെ. നാളെ വേണ്ട, അടുത്ത വർഷം. എടാ നിനക്ക് ഹാങ് ഓവർ ഉണ്ടോ? ചെറുതായിട്ട് തല പൊളിയുക. പ്രോഗ്രാമം മറന്നുപോയി. കോണിയോ